നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് ചെന്ന് കേറിയപ്പോ തന്നെ മനസ്സിലായി. ഞാൻ ബാഗും ഒക്കെ തൂക്കി അങ്ങോട്ട് ചെന്നതും അച്ഛനകത്തേക്ക് കയറി ഒരൊറ്റ പോക്ക്. അത് ഞാൻ പ്രതീക്ഷ തന്നെ. നീ ആന്റിയുടെ കാര്യം പറ, ആന്റിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട എന്റെ പ്രണവേ, ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ അമ്മയുടെ കാര്യം വലിയ കഷ്ടത്തിലായി പോയേനെ. അല്ല, നീ ഇപ്പോഴും എന്താ അസുഖം പറഞ്ഞില്ലല്ലോ? അത് എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചാ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ഇല്ല ആന്റി. ആകെ ഓരോരോ പ്രശ്നങ്ങള്. ആശുപത്രി കേറി ഇറങ്ങി എന്റെ നടുപോയി. അതെന്തോന്ന് പരിപാടിയാ? ആശുപത്രിയിൽ പോയിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, എന്നിട്ട് അസുഖം എന്താണെന്ന് അവര് പറഞ്ഞില്ലേ? ടെസ്റ്റ് ചെയ്തില്ലേന്നോ? എല്ലാ ദിവസവും ഓരോ ലിറ്റർ ബ്ലഡ് വെച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ എടുക്കും. പിന്നെ എക്സ്റേ, സ്കാനിങ്, അത് ഇത്. എന്റെ പൊന്നോ, എന്റെ പ്രണവേ, എനിക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു? ആ അതെ, വേണമെങ്കിൽ രേണുകയെ നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ആശുപത്രി കാണിക്കാം. എന്തിനും ഏതാണ് അസുഖം എന്നറിയണ്ടേ? എന്നാലല്ലേ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ തിരഞ്ഞെടുക്കാൻ പറ്റൂ. എന്റെ ആന്റി, ചില നേരത്തെ അമ്മയ്ക്ക് വല്ലാത്ത തളർച്ചയാ. ചിലപ്പോഴാണെങ്കിൽ ആരും കഴിക്കൂല. പിന്നെ അതിന്റെ ക്ഷീണവും ഉറക്കമില്ലായ്മയും ശരീരവേദനയും, പിന്നെ ഇതൊന്നും കൂടാതെ ശ്വാസം മുട്ടലും ചുമയെല്ലാം ഉണ്ട്. ഒന്നും പറയണ്ട എന്റെ അമ്മയുടെ കാര്യം. ഇപ്പോഴും നീ വിഷയത്തിലോട്ട് വന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ നിന്റെ അമ്മയ്ക്ക് എന്തുവാ പ്രശ്നം? ഡോക്ടർമാരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞപ്പോ ഞാൻ പോലും ഞെട്ടിപ്പോയെന്നേ. അമ്മയ്ക്ക് മാനസിക പ്രശ്നമാണെന്ന്. മാനസിക രോഗം? അയ്യോ അല്ല പ്രണവേ, മാനസിക രോഗമായിട്ടല്ല പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, അപ്പൊ അതിന്റെ ഒരു സങ്കടം അമ്മയെ മാനസികമായിട്ട് വല്ലാതെ തളർത്തി കളഞ്ഞു. അതാ പ്രശ്നം. അതാണും പെണ്ണുമായിട്ട് രേണുവയ്ക്ക് നീ ഒറ്റ ആളല്ലേ ഉള്ളൂ. പിന്നെ നിന്റെ അച്ഛൻ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ നിന്റെ അമ്മയ്ക്ക് ടെൻഷനായി കാണും. സത്യം, അതന്നെ കാരണം. കുറച്ചു ദിവസം ഞാൻ കൂടെ നിന്നപ്പോ അമ്മ ആകെ അങ്ങ് മാറി. പക്ഷെ ഒറ്റ കിടന്ന് ഓടി എന്റെ ഉപ്പാട് വന്ന ആന്റി. നിന്റെ അമ്മയ്ക്കും അച്ഛനും പറ്റിയ അബദ്ധം നിങ്ങൾക്കെങ്കിലും പറ്റരുത്. ഒരു കുഞ്ഞിലങ്ങ് നിർത്തിക്കളയരുതെന്ന്. എന്തിനാ ഒന്നിലൊതുക്കുന്നേ? ഒരു പാണ്ഡവപ്പട തന്നെ അങ്ങോട്ടായിക്കോട്ടെ. ഓടുന്ന ഇത്രയും ദിവസമായിട്ട് എന്നെ ഒന്ന് കാണാൻ കൂടി തോന്നാത്ത ആളാ പാണ്ഡവന്മാരുടെ കണക്ക് പറയുന്ന. അത് ശരി, ഇപ്പൊ കുറ്റം എന്റെ കയ്യിലേ. ഞാൻ കൂടെ വരാന്ന് പറഞ്ഞതാണോ? വേണ്ടാന്ന് പറഞ്ഞത് ആരാ? നീ തന്നെയല്ലേ? ഞാൻ വരണ്ടെന്ന് പറഞ്ഞു കരുതി. അതൊക്കെ പോട്ടെ. ഞാൻ ഒരു ദിവസം നിന്നെ എത്ര തവണ വിളിച്ചായിരുന്നു? നീ എടുത്തായിരുന്നോ? എടുത്താൽ തന്നെ ലാബിൽ നിൽക്കുന്നു, സ്കാൻ ചെയ്യാൻ നിൽക്കുന്നു, ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുന്നു, ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീ ഫോൺ കട്ട് ചെയ്യുമായിരുന്നല്ലോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ല അതിപ്പം പ്രണവേ, ഇനി ആ പേരും പറഞ്ഞ് രണ്ടും കൂടി അടി കൂടണ്ട. എന്തായാലും രേണുവിന്റെ അസുഖം കുറഞ്ഞല്ലോ. ഇനി ഇടയ്ക്കൊക്കെ ശിവാനി അവിടെ പോയി കണ്ടാൽ തന്നെ രേണുകയുടെ അസുഖം കുറഞ്ഞോളൂ. CKC വന്നെന്ന് തോന്നുന്നല്ലോ. എന്തുപറ്റിന്ന് നേരത്തെ? ശിവാനി തിരികെ എത്തിയോ? ഏതായാലും അത് നന്നായി. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലെങ്കിലേ. അല്ല CKC, ഇന്നെന്താ നേരത്തെ? എന്തിനാ ശിവാനി തിരികെ എത്തിയത് നന്നായിന്ന് പറഞ്ഞേ? അതെ, അന്ന് മാറ്റിവെച്ച ബിൽഡേഴ്സിന്റെ കോൺഫറൻസ് ഇല്ലേ ഡൽഹിയിലെ, അത് മറ്റന്നാളത്തേക്ക് ഫിക്സ് ചെയ്തെന്നും പറഞ്ഞ് മെയിൽ വന്നിട്ടുണ്ട്. പ്രണവ് അതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിലെങ്കിലും തിരിക്കണം. പ്രണവ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താ CKC അങ്ങനെ പറഞ്ഞേ? നിർബന്ധമായും പ്രണവ് അതിൽ പങ്കെടുക്കണം. എന്താ പ്രണവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ആ ഡോക്യുമെന്റ്സ് ഇതുവരെ എടുത്തില്ലല്ലോ ആന്റി. അതൊരു പ്രശ്നമാണ് അങ്കിളെ. അവിടെ ചെന്ന് മറ്റേ ഓംപ്രകാശ് വക്കീലിനെ കാണണമെങ്കിലും ഈ രേഖകളൊക്കെ വേണ്ടേ? വേണം, എന്നാലേ കേസിന് ബലം കിട്ടൂ. ഗൗതമിന്റെ ഓഫീസിൽ നിന്ന് ഡോക്യുമെന്റ്സ് എല്ലാം സംഘടിപ്പിക്കാന്ന് പറഞ്ഞത് CKC അല്ലേ? എന്നിട്ടിപ്പോ വേണോന്ന് പറഞ്ഞിരുന്നാ മതിയോ? ജ്യോതി, അത് വീണ്ടും ആരോ വന്നല്ലോ. CKC ആരാ നോക്കി? അത് നോക്കാനൊന്നും പോകണ്ട, വന്ന ആളെ എനിക്കറിയാം. അതാരാ? ഈ വരുന്ന ആളിനെ കണ്ടാൽ ഞെട്ടാൻ പോകുന്നു പ്രണവ. ഞാനോ? ആരെങ്കിലും പറഞ്ഞറിയിക്കുന്നില്ല, കണ്ടറിഞ്ഞോളൂ. നോക്ക്.
ആരാ ഇത്? പ്രണവേ, പറഞ്ഞു കൊടുക്കാരാണെന്ന്. ഇത് ഞങ്ങളുടെ ഓഫീസിൽ അക്കൗണ്ടന്റ് ആന്റി. അല്ല, സജീവമായിട്ട് അങ്കിളിന് എങ്ങനെ കണക്ഷൻ? സജീവമായിട്ടൊന്നല്ല, ഇങ്ങനെ പലരുമായിട്ടും അങ്കിളിന് കണക്ഷൻ ഉണ്ടാവും പ്രണവേ. ഒട്ടും വൈകാതെ ഈ നിൽക്കുന്ന സജീവൻ CKC എന്റർപ്രൈസസിൽ ചീഫ് അക്കൗണ്ടന്റായി ചാർജ് എടുക്കാൻ പോവാ. അല്ലപ്പോ സജീവ് ഈശ്വരമംഗലം ഗ്രൂപ്പ് വിടാൻ വേണ്ടി പോവാണോ? CKC സാർ ഇങ്ങനെ ഒരു ഓഫർ വെക്കുമ്പോൾ ബുദ്ധിയുള്ള ആരും വേണ്ടെന്ന് പറയുമോ പ്രണവ് സാറേ? വെറുതെ കൊടുത്ത ഓഫറൊന്നുമല്ല, ഒരു പ്രത്യുപകാരം. സജീവ, ആ ഫയൽ അങ്ങ് പ്രണവിന് കൊടുത്തേക്ക്. ഇതാ സാർ, മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനും വക്കീലിനെ കാണുന്നതിനും വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് സംഘടിപ്പിച്ചതാ. ടെൻഷൻ ഇപ്പം മാറിയില്ലേ? ഇനി ധൈര്യമായിട്ട് നാളെ ഡൽഹിക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കും. എന്തായാലും വല്ലാത്ത കളിയാ CKC ഇപ്പൊ കളിച്ചത്. ബുദ്ധി സമ്മതിച്ചു തന്നിരിക്കുന്നു. വേണ്ട വേണ്ട, ഒരു 2 മിനിറ്റ് മുമ്പേ എന്നെ കുറ്റപ്പെടുത്തിയ ആളാ ഇപ്പൊ നിന്ന് പുകഴ്ത്തുന്നത്. എനിവേ പ്രണവ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത് ഉപയോഗിച്ചത് അമ്മ അലക്കാനിട്ടേക്ക്. എന്നിട്ട് ബാക്കി പറയടി മോളെ. ബാക്കി എന്താ, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് പൂജയൊക്കെ ഭംഗിയായി തീർത്ത് തിരിച്ചു വന്നു. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഉപയോഗിക്കാത്ത തുണികളൊക്കെ അലമാരയിലേക്ക് വെക്കാൻ പോകുന്നു. ഉപയോഗിച്ചതൊക്കെ അലക്കാനായി മാറ്റിയിടുന്നു. എന്റെ അമ്മായിയമ്മ എന്നെ സഹായിക്കാനെന്ന മട്ടിൽ വന്ന് അവിടുത്തെ കഥകളൊക്കെ കേൾക്കുന്നു. ഓടുന്നു, ഞാൻ പോവാ. അയ്യോ പോവല്ലേ, ഈ സാരി കൂടി ഒന്ന് മടക്കിട്ട് പോ. ഒന്ന് പിടിക്കമ്മേ. എല്ലാ സഹായവും ചെയ്തു കഴിയുമ്പോ പൂജയ്ക്ക് പോയ കഥ കേൾക്കാൻ വന്നതാണ് ഞാനൊന്ന് കുറ്റപ്പെടുത്താനല്ലേ? വേണ്ട. അയ്യോ പ്ലീസ് അമ്മ, ഒന്ന് സഹായിക്കേ. സൂര്യമംഗലത്തേക്ക് പോയത് കാരണം 7 ദിവസമായിട്ട് കഠിന ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതാ. ഇന്ന് അതെല്ലാം ഒന്ന് ബ്രേക്ക് ചെയ്യണം.